Good afternoon, parents. മുഖ്യാതിഥി പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ നമ്മളേറെ സ്നേഹിക്കുന്ന ആദരണീയനായ അഡ്വക്കേറ്റ് ഡോക്ടർ കെ.സി. വേണുഗോപാൽ, നമ്മുടെ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ സ്കൂൾ മാനേജർ ശ്രീ വി അനിൽകുമാർ, നമ്മുടെ മറ്റൊരു അതിഥിയായി വന്ന യുവ സംഗീതജ്ഞൻ ആദർശ് കൃഷ്ണൻ എൻ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ സൈനബ ബിബി, വാർഡ് മെമ്പർ എത്തിച്ചേരും ഉടൻ തന്നെ ശ്രീ സാബു എബ്രഹാം, മെമ്പർമാരായ എസ് ചന്ദ്രകുമാർ, ശ്രീമതി സിസിലി ജോർജ്, ശ്രീ ചന്ദ്രൻപിള്ളെ, എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീമതി വിദ്യാവിജയൻ, പേരൻസിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീ കെ എം അജ്മൽ, സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായ ശ്രീ എസ് ചന്ദ്രകുമാർ, ശ്രീ ജോൺ യേശുദാസ്, ശ്രീമതി സ്മിത, സ്നേഹമുള്ള രക്ഷിതാക്കളെ, നല്ലവരായ ജനങ്ങളെ, ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ്, കുഞ്ഞുങ്ങൾ, 2022 മെയ് മാസം 23-നാണ് കുളത്തൂപ്പുഴയിൽ ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ സ്കൂൾ ആരംഭിക്കുന്നത്. ഓക്സ്ഫോർഡ് സ്കൂൾ എന്ന പേരിൽ ഓക്സ്ഫോർഡ് ഫൗണ്ടേഷൻ്റെ സ്കൂൾ ആരംഭിക്കുന്നത്. ലളിതമായ തുടക്കം. കുളത്തൂപ്പുഴയിലെ രക്ഷിതാക്കൾ നല്ല മനസ്സോടുകൂടി എല്ലാ അർത്ഥത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങൾ ഓക്സ്ഫോർഡ് ഫൗണ്ടേഷൻ നൽകുന്നത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. കഴിഞ്ഞ 3 വർഷങ്ങൾ കുട്ടികളുടെ എണ്ണത്തിലുള്ള വർധനവ്, പേരൻസിൻ്റെ പിന്തുണ. അന്ന് 30-നടുത്തുള്ള കുട്ടികളുമായി ആരംഭിച്ചു. ഇപ്പോൾ 415 കുട്ടികൾ, 30ഓളം അധ്യാപക അനധ്യാപകർ. എല്ലാ കാര്യങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇത്രയും സ്കൂളിനെ, ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രക്ഷാകർതൃ സമൂഹം വേറെ ഉണ്ടോ എന്ന സംശയത്തിലാണ്. കുളത്തൂപ്പുഴയുടെ വശ്യമായ ഈ സൗന്ദര്യത്തിൽ, ഗ്രാമാന്തരീക്ഷത്തിൽ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ വളരെയേറെ മാനേജ്മെൻറ്റുകൾ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അതിനിടയിലൂടെ ഇതിനെയെല്ലാം തരണം ചെയ്തു പോകുവാൻ ഒറ്റ കാര്യം മാത്രമാണ് സഹായിച്ചത്: ഇവിടുത്തെ രക്ഷിതാക്കളുടെ കൂട്ടായ പിന്തുണ. ഞാൻ ആദ്യം തന്നെ എല്ലാ രക്ഷിതാക്കളെയും, ഇവരുടെ ടീച്ചേഴ്സിനും കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് മുക്തകണ്ഠമായ പ്രശംസ അറിയിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 415 കുട്ടികളുമായി 2025 ജൂൺ മാസത്തിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ മാനേജ്മെൻറ്റ് ഉറപ്പ് നൽകിയിരുന്ന ആദ്യ 4-5 വർഷങ്ങൾ കൊണ്ട് ഒരു സ്കൂളിന് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുമെന്ന ഉറപ്പ് ഘട്ടം ഘട്ടമായി പാലിച്ചു വരികയാണ്. ക്ലാസ്സുകൾ ഒന്നൊന്നായി മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് കുഞ്ഞുങ്ങളുടെ പാഠ്യപ്രവർത്തനങ്ങൾക്കും പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ക്യാമ്പസിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും വരുന്ന വർഷങ്ങളോടുകൂടി, അതായത് ഈ വർഷം 8ാം ക്ലാസ് ആരംഭിക്കുകയാണ്. ഈ വർഷം തന്നെ സ്കൂളിൻ്റെ CBSEയുടെ അഫിലിയേഷൻ കിട്ടാനുള്ള തീവ്ര ശ്രമത്തിലാണ് മാനേജ്മെൻറ്റ്. എല്ലാ രക്ഷകർത്താക്കളെയും അതിന് വേണ്ടുന്ന സപ്പോർട്ടും എല്ലാവിധമായ പ്രാർത്ഥനയും ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കുളത്തൂപ്പുഴയിൽ ലോകോത്തര നിലവാരത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോയാലും ആ സമൂഹവുമായി ചേർന്ന് കുട്ടികളുടെ കഴിവ് പരമാവധി വളർത്തി അവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു തൊഴിൽ മേഖലയിൽ എത്തിച്ചേരാൻ ഈ കലാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് കഴിയും, അല്ലെങ്കിൽ അതിന് കഴിയണം എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയാണ്.
മാതൃ സ്കൂളായ കരവാളൂരിൽ അത്തരം പ്രവർത്തനങ്ങൾ, മറ്റൊരു സ്കൂളായ കൊട്ടാരക്കരയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ രക്ഷിതാക്കളും അവരും ആഗ്രഹിച്ച മേഖലയിൽ എത്തപ്പെട്ടു. അതിൻ്റെ തെളിവാണ് ഓരോ വർഷം കഴിയുമ്പോഴും കുട്ടികൾ ലഭിക്കാതെ, സ്കൂളുകൾ കുട്ടികളെ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ ഈ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളിൽ ക്ലാസ് മുറിയിൽ സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുള്ളത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്നത് പ്രൊവൈഡ് ചെയ്യാൻ, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊണ്ട് കുട്ടികൾക്ക് നിലനിൽക്കാൻ, മത്സര ബുദ്ധിയോടുകൂടി പുരോഗതിയിൽ 1 to 1 മുന്നോട്ട് പോകാൻ എന്തെല്ലാം നൽകണമോ അതെല്ലാം ദിനം ദിനം ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ക്യാമ്പസുകളാണ് ഓക്സ്ഫോർഡ് മാനേജ്മെൻറ്റിൻ്റെ ക്യാമ്പസ്. കുളത്തുപുഴയിൽ ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്. മറ്റ് സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമായ ചില സൗകര്യങ്ങൾ, കൊല്ലം ജില്ലയിൽ ആദ്യമായി ബ്രിട്ടാനിക്കയുടെ ലാംഗ്വേജിലാണ് ഒരു സ്കൂളിൽ വരുന്നത് ഇവിടെയാണ്. മാതൃ സ്കൂളായ കരവാളൂരിലും അത് വന്നിട്ടില്ല. ഈ കുട്ടികൾക്ക് വേണ്ടി അത് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഇൻ്റർ സ്കൂൾ തലത്തിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരു പടി മുന്നോട്ട് നിൽക്കുകയാണ് നമ്മുടെ കൊച്ചുകുട്ടി ആദിൽ അഹമ്മദ്. ഏതാണ്ട് 20ഓളം സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. അതുപോലെ നിരഞ്ജനും സൂര്യദേവും ഓൾ കേരള മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കൊല്ലം ജില്ലയിലെ 60-ൽ പരം കുട്ടികൾ പങ്കെടുത്ത മറ്റൊരു മത്സരം, ചെസ് മത്സരം, അതിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് 5 കുട്ടികൾക്ക് ആദ്യത്തെ 5 സ്ഥാനങ്ങളിലെത്തുവാൻ കഴിഞ്ഞു. ഇതെല്ലാം 25-30 വർഷം പാരമ്പര്യമുള്ള ദീർഘമായ അനുഭവ സമ്പത്തുള്ള അധ്യാപകർ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾക്കുണ്ടായ നേട്ടമല്ല. 3 വർഷത്തെ ചെറിയ തുടക്കത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ദൃഢനിശ്ചയത്തിൽ, ദീർഘവീക്ഷണത്തിൽ, കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞ മഹത്തായ ചില സേവനങ്ങളും നേട്ടങ്ങളുമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അതിന് അർഹതയും കൂടിയിരിക്കുന്ന ഓരോ പേരൻറ്റിനുമുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് തുടക്കത്തിൽ ആ പേരൻസിൻ്റെ പങ്കാളിത്തത്തിനെ ഞാൻ എത്ര പുകഴ്ത്തിയാലും മതിയാകില്ല എന്ന വാക്കിൽ സൂചിപ്പിച്ചു. ഒരിക്കൽ കൂടി ഞാൻ പേരൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ ചെസ് കരിക്കുലത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്ന 2 സംസ്ഥാനങ്ങളുണ്ട്. അത് തമിഴ്നാടും നാഗാലാൻഡും. കേരളത്തിൽ ഒരു സ്കൂൾ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഓക്സ്ഫോർഡ് മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളാണ് ചെസ്സിനെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ സ്വഭാവ വളർച്ചയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കരാട്ടയെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കിയത്. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കരാട്ടെ ക്ലാസ് സൗജന്യമായി നൽകുന്നത് പക്ഷേ ഓക്സ്ഫോർഡ് ഫൗണ്ടേഷൻ്റെ, ഓക്സ്ഫോർഡ് മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള ഒരു പുതിയ സ്റ്റെപ്സ് ഇനിഷ്യേറ്റീവ് മാനേജ്മെൻറ്റ് എടുത്തിരിക്കുകയാണ്. വരുന്ന വർഷം മുതൽ 6th ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇപ്പോൾ നേരിടുന്ന നമ്മുടെ സമൂഹത്തിൽ രാജ്യത്ത് നിൽക്കുന്ന ഏറ്റവും ടഫായ പരീക്ഷയ്ക്ക് വിജയിക്കാൻ ഈ കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിലെ ശക്തി നൽകുന്ന, മനസ്സിന് ശക്തി നൽകുന്ന, പക്വത നൽകുന്ന പരിശീലനം ഈ ക്യാമ്പസിൽ നിന്ന് നൽകുകയാണ്. അതുപോലെ നിരവധി കാര്യങ്ങൾ, സിവിൽ സർവീസ് ഓറിയൻറ്റേഷൻ്റെ ഒരു പ്രോഗ്രാം ആരംഭിച്ച വർഷമാണ് 2025-26. അത് റിപ്പോർട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതും ഒരുപക്ഷെ അപൂർവങ്ങളായ സ്കൂളുകളിൽ മാത്രം കാണുന്ന ഒരു കോച്ചിങ്ങാണ്. പലരും സംശയിക്കും, എന്തിനാണ് ഈ കൊച്ചുകുട്ടികൾക്ക് സിവിൽ സർവീസിന്? ഇവിടെ എല്ലാവരെയും IAS ആക്കുകയാണ് ലക്ഷ്യത്തിൽ കൊടുക്കുന്ന ഒരു ക്ലാസ് അല്ല. വലിയ ഒരു ലക്ഷ്യം മനസ്സിൽ കാണാൻ, സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്ന് മാത്രമാണ് അതുവഴി ആരെങ്കിലും അവിടെ എത്തിച്ചേരുന്നെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് അതിനുള്ള തുടക്കമാകട്ടെ എന്നുള്ള ചിന്ത മാത്രം. അതിന് പറ്റുന്ന ഹെൽപ്പ്, പ്രോത്സാഹനം നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് വളർത്തുക. വരുന്ന വർഷങ്ങളിലെ 8ാം ക്ലാസ് തുടർന്ന് 9, 10, 11, 12 അധികം വൈകാതെ തന്നെ 2 വർഷത്തിനുള്ളിൽ 12ാം ക്ലാസ്സിലേക്ക് എത്തിച്ചേരാൻ കൊളത്തുപുഴയിലെ ഓക്സ്ഫോർഡ് ക്യാമ്പസിന് കഴിയട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാവിനും ആ ഉത്തരവാദിത്വം ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ഓൾ.